ചെറിയ പിള്ളേരായിട്ടാണ് എല്ലാവരും മുന്നത്തെ 3-4 പേര് പെർഫോം ചെയ്തിരിക്കുന്നത്. ദർശനയും അശ്വതിയും ശ്യാമും ആൻഡ് സഞ്ജയും. അപ്പൊ ഈ 4 കുട്ടികൾ ഞാനാണ് ഗ്രാൻഡ് മദറിന്റെ ക്യാരക്ടർ ചെയ്യുന്നത്, അമ്മച്ചിയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഇത്ര എല്ലാവരും നമ്മുടെ തിയേറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും കംപ്ലീറ്റ്ലി ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് കപ്പേളയില്. ഞാൻ ഒന്നും അറിയത്തില്ലാതെ ചെല്ലുന്നത്. മുസ്തഖ് എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കറക്ഷൻ തരികയും പിന്നെ ഓരോ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഇപ്പൊ തരുൺമൂർത്തിയുടെ കൂടെ ആണെങ്കിൽ തരുൺമൂർത്തിയും കൂടി എങ്ങനെയാണ് പെർഫോമൻസിലേക്ക് ആളും കൂടെ ഇൻപുട്ട് തരുന്നത്, ഞങ്ങളുടെ ഇൻപുട്ടിനെ എങ്ങനെയാണ് അത് എടുക്കുന്നത്. ആൻഡ് സജിമോൻ ചേട്ടൻ, മഹേഷ് നാരായണൻ, നമ്മുടെ മലയും കുഞ്ഞ് പെർഫോം ചെയ്ത സമയത്ത് അവരെങ്ങനെയാണ് ആക്ടിങ്ങിനെ ആ ഒരു സ്പേസിലേക്ക് ഓരോ ആൾക്കാരുടെ ക്യാരക്ടറിനും അയാളുടെ പെർഫോമൻസിനെ എങ്ങനെയാണ് അവർ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ഇതെല്ലാം ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ഡ്രാമ എന്നാണ് എനിക്ക് മനസ്സിലായത്. സെക്കൻഡിനും ടിക്കറ്റ് എടുക്കണം തോന്നുന്നു, ബിക്കോസ് ഐ വാണ്ട് ടു സീ വാട്ട് ഇംപ്രൂവൈസേഷൻ യു ആർ ഡൂയിങ് ഓൺ ദി സെക്കൻഡ് ഡേ. പക്ഷെ ടിക്കറ്റ് അവൈലബിൾ അല്ല, എല്ലാം സോൾഡ് ഔട്ട് ആയി. നമ്മുടെ RJ നിൽജ അഭിനയിച്ച ഫിലിംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സൗദി വെള്ളയ്ക്ക, മലയൻ കുഞ്ഞ്, അങ്ങനെയുള്ള സിനിമകൾ. കപ്പേളയിലാണ് അവർ ആദ്യമായിട്ട് അഭിനയിച്ചത്. അവരൊരു പ്ലേ വരുന്നുണ്ട്, റോഷൻ മാത്യു ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്, ബൈ ബൈ ബൈപാസ് എന്ന് പറഞ്ഞിട്ട്. നിൽജയായിട്ട് നമുക്ക് സംസാരിക്കാം, സൂമിൽ കണക്ട് ചെയ്യാം. ആൻഡ് ഇൻഫാക്ട് ക്വൈറ്റ് എക്സൈറ്റഡ് ടു വാച്ച് നിൽജ ഓൺ സ്റ്റേജ്. തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്കും ഫസ്റ്റ് ടൈമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇതൊരു ലോങ് ഗ്യാപ്പാണ്. ഗ്യാപ്പ് ഒന്നും പറയണ്ട, ശരിക്കും ഒരു പ്രൊഫഷണലി ഒരു തിയേറ്റർ പെർഫോമൻസ് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് ഞാനും ആദ്യമായിട്ടാണ്. അപ്പൊ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആക്ച്വലി. എനിക്ക് എല്ലാവരും അറിയില്ല. ഐ തിങ്ക് മെജോറിറ്റി ഓഫ് ദം ഹാവ് കം ഫ്രം ദ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട്, ഇറ്റ് സീംസ്, റൈറ്റ്? ആക്ച്വലി ഞങ്ങൾ 3 പേര് മാത്രമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഞാൻ, ദേവകി ആൻഡ് സൽമാൻ. ബാക്കി എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇതിപ്പോ മാത്രമല്ല, ബീങ് ഇൻ RJ, ഐ തിങ്ക് ദിസ് ഇസ് നത്തിങ്, ഡയലോഗ്സ് ഒക്കെ ടക് ടക് പറഞ്ഞിട്ട് ആർജെങ്കിൽ ചെയ്യുന്ന പോലെ അല്ല. ഞാൻ തിയേറ്ററിൽ വന്നിട്ട് മനസ്സിലാക്കുന്നത് ശരീരവും മനസ്സും എന്താ പറയണ്ടേ ബുദ്ധിയും എല്ലാം കൂടെ ഒരുമിച്ച് തകൃതിയായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നല്ല അധ്വാനമുള്ള പരിപാടിയാണ്. ആൻഡ് എല്ലാം ഒരേ ഋതത്തിൽ കൊണ്ട് ചെന്നെത്തിക്കേണ്ട ഒരു പരിപാടിയാണ്. അപ്പൊ നമുക്ക് RJ എന്ന് പറഞ്ഞ ഇതുമായിട്ടൊന്നും. പിന്നെ ഞാൻ 2021 ഇറങ്ങി കേട്ടോ, ബൈ ദ വേ. ഞാൻ ഇപ്പൊ കറന്റ് RJ അല്ല, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. പക്ഷെ തിയേറ്റർ പെർഫോമൻസ് എന്താണ്, ഒരു നാടകം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത് ഇപ്പോഴാണ്. സോ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാര പരിപാടി അല്ല. ശരിക്കും മാജിക് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത് ഒരു 3 മാസമായി ഞങ്ങൾ ഇതിന്റെ പുറകിൽ നടക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ നവംബറിൽ തൊട്ടിട്ടാണ്. ആദ്യം ഒരു വർക്ക്ഷോപ്പാണ് റോഷൻ വിളിച്ചത്. വർക്ക്ഷോപ്പിൽ പോയി. അത് കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നതിൽ 1-2 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇപ്പോഴും നാടകത്തിന്റെ പാർട്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ മറ്റേ സ്കൂളിൽ പോകുന്ന പോലെയുള്ള പോക്കാണ്. വൈകുന്നേരമാണ് തിരിച്ചു വരുന്നത്, സ്കൂൾ വിട്ട് വരുന്ന മാതിരി തന്നെ. ആൻഡ് അവിടെ നമുക്ക് ഭയങ്കര ഫണ്ണാണ്, ഗെയിംസും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതിനെ കഴിഞ്ഞൊക്കെ ഉപരി വളരെ സീരിയസ് ആയിട്ട് ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്ത് ഒരു എന്താ പറയാ ഒരു കഥ ഇങ്ങനെ ഉണ്ടായി വന്ന് ഒരു നാടകം പൂർണ്ണമായി ഇങ്ങനെ രൂപപ്പെടുന്നത് ഇങ്ങനെ കാണാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടാവും, തിയേറ്ററിലാവുമ്പോൾ നമുക്ക് ഓഡിയൻസ് റെസ്പോൺസ് ഇമ്മീഡിയറ്റ്ലി കിട്ടും, പല കാര്യങ്ങളും. ആൻഡ് ദിസ് ഇസ് ലൈക്ക് ഇൻ ദ മൂവി ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ടിനിടയ്ക്ക് മാത്രമല്ല ആക്ടിംഗ് എന്നൊക്കെയുള്ള, ഐ മീൻ, സോ ഓൾ ദിസ് വി ഹാവ് ഹേർഡ് അബൌട്ട്. പല ആളുകൾ തിയേറ്ററിൽ നിന്ന് മൂവിയിലേക്ക് വന്നിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ട്. സോ ഫോർ ദം അഗെയിൻ നമ്മൾ സാധാരണ പറയും ഓക്കെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും നിങ്ങൾക്ക് പെർഫോം ചെയ്യുമ്പോൾ. ഇത് ഭയങ്കര വ്യത്യാസമാണ്. അവിടെ ശരിക്കും ആക്ഷൻ ടു കട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാണല്ലോ സിനിമയിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത്. പക്ഷെ സിനിമയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇപ്പൊ പ്രത്യേകിച്ച് സിനിമയിലൊക്കെ എല്ലാം ഒരു സട്ടിൽ പരിപാടികളാണല്ലോ. പക്ഷെ തിയേറ്ററിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് എന്തും യൂസ് ചെയ്യാം, എന്തും ട്രൈ ചെയ്യാം. നമ്മളാവുന്ന ഒരു ഫുൾ ബോഡി, നമ്മുടെ വിരൽ തൊട്ട് തലമുടി വരെ നമുക്ക് എന്തൊക്കെ ചെയ്തു നോക്കാവോ അതെല്ലാം ചെയ്തു നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ അതില്ല. അവിടെ ആ ക്യാരക്ടറിനെ കുറിച്ച് വ്യക്തമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്യാരക്ടർ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഒരു ധാരണയുണ്ട്. ആ ക്യാമറയിൽ അത്ര അടുത്ത് ഒപ്പിയെടുക്കുവാണ്, ഇപ്പൊ നമുക്കറിയാം അത്രയും വേണ്ട. പക്ഷെ തിയേറ്റർ അങ്ങനെയല്ല, മാക്സിമം കൊടുത്തോളൂ, എന്നിട്ട് അതിനകത്തുനിന്ന് നമുക്ക് വേണ്ടാത്തത് മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, കുറച്ചു കാലം മുന്നേ ഒക്കെ ഉണ്ടായിരുന്ന സിനിമകളിൽ ആക്ടേഴ്സ് ഒക്കെ, എസ്പെഷ്യലി കോമഡി ആക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ നിറഞ്ഞാടി തിമിർത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട്.
ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു സിനിമയുടെ രീതി അനുസരിച്ച് അത് വളരെ കുറവാ. അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സും പരിപാടി പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ കുറവാ. അപ്പോ അങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ ചെയ്യാൻ ഒരു അവസരം കിട്ടിയില്ലെന്ന് ആഗ്രഹിച്ച എനിക്ക് ഈ തിയേറ്ററിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിനകത്ത് ബെസ്റ്റ് ഏതാന്ന് റോഷൻ ചൂസ് ചെയ്യും ആൻഡ് നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകും. ആൻഡ് ഓരോ പ്രാവശ്യവും ഇപ്പൊ സിനിമയിൽ നമ്മൾ ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്തു, അല്ലെങ്കിൽ റീഷൂട്ട് ചെയ്യണമെങ്കിൽ 2-3 പ്രാവശ്യം നമുക്ക് റീഷൂട്ട് ചെയ്യാം. പക്ഷെ നാടകത്തിൽ ഇപ്പൊ ഞങ്ങൾ റൺ ത്രൂസ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും കുഞ്ഞു 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 സാധനങ്ങൾ കൊണ്ടുവരാനോ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും. പിന്നെ എനിക്ക് മനസ്സിലായത് ഓരോ പെർഫോമൻസും ഡിഫറെന്റാ, ഓരോ ദിവസവും ഡിഫറെന്റ് ആണ്. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ട്രാവൽ കഴിഞ്ഞ ദിവസം ഞാൻ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ ഇമാജിനേഷനിൽ നമ്മൾ വേറൊന്നും കൂടി കാണുക. സോ ആൻഡ് വേറൊരു കാര്യമുണ്ട്, ആ കുറച്ച് സമയത്തേക്ക് നമ്മളൊരു ഒരു ക്യാരക്ടറായിട്ട് മാറുന്നതിനേക്കാൾ ഇതൊരു 1 മണിക്കൂറും 15 മിനിറ്റ്സിന് മേലെ ഉണ്ടാവും. അപ്പൊ അത്രയും സമയം നമ്മളൊരു ക്യാരക്ടറായിട്ട് പെർഫോം ചെയ്യുമല്ലേ. അപ്പൊ നമ്മൾ ശരിക്കും അതിനകത്ത് ഇൻവോൾവ് ആണ് കംപ്ലീറ്റ്ലി. നമ്മൾ അതിനകത്ത് ആ കാലഘട്ടത്തിൽ പോയി ആ കഥാപാത്രങ്ങളായി അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പൊ നമ്മുടെ കൂടെ പെർഫോം ചെയ്യുമ്പം നമുക്ക് സീൻ ഇല്ലാത്തപ്പോൾ പോലും നമ്മൾ മാറി നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾക്ക് വിഷമം വരുവാ ഷോ എന്നാലും. കാരണം നമ്മൾ അന്നേരം ആ ക്യാരക്ടറായിട്ട് ചിന്തിച്ചു പോവുക അറിയാണ്ട്, ഇവർ അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഭയങ്കര ഡിഫറെന്റാ ആക്ച്വലി, നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം കൊണ്ടുമുള്ള നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് ആവശ്യമാണ്. നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കരമായിട്ട് ആവശ്യമാണ്. അതെല്ലാം സിനിമയിൽ വേണം, പക്ഷെ അതിന്റെ ഒരു വലിയ ലാർജ് സ്കെയിലിൽ നമുക്ക് അതിനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ബോഡീനെയും ഫ്ലെക്സിബിലിറ്റിയും എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നി. ഈവൻ വോയിസും ആ രീതിയിലല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പൊ പറയണ അയ്യോ കേട്ടപ്പോ 28നും ഫസ്റ്റ് 28നും സെക്കൻഡിനും ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. ബിക്കോസ് ഐ വോണ്ട് ടു സീ വാട്ട് ഇംപ്രവൈസേഷൻ യു ആർ ഡൂയിങ് ഓൺ ദ സെക്കൻഡ് ഡേ. പക്ഷെ ടിക്കറ്റ് അവൈലബിൾ അല്ല, എല്ലാം സോൾഡ് ഔട്ട് ആയി. ഞങ്ങള് 3 ദിവസവും നമ്മൾക്ക് ഷോ ഉണ്ടായിരുന്നു ആൻഡ് എല്ലാം സോൾഡ് ഔട്ട് ആയപ്പോൾ ഞങ്ങള് 3rd ഡേ അഡീഷണൽ ആയിട്ടൊരു ഷോ വെച്ചു ആഫ്റ്റർനൂൺ, അതും സോൾഡ് ഔട്ട് ആയി. ആൻഡ് വോയിസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അതും ശരിക്കും വോയിസിനകത്ത് ഇത്രയൊക്കെ മാജിക്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡ്രാമയിൽ വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഇതിനകത്ത് പല ശബ്ദങ്ങൾ, ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ചില വർക്കാണ് നമ്മുടെ മ്യൂസിക് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ പല ശബ്ദങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ തന്നെയാണ് ഓരോ കഥാപാത്രത്തിന് മുന്നും, അല്ലെങ്കിൽ ചില സീൻ നിങ്ങൾക്ക് നാടകം കാണുമ്പോൾ മനസ്സിലാവും, അതൊന്നും ഇപ്പൊ പൊളിച്ചാൽ ശരിയാവത്തില്ല. ചില സീനിലെ ചില മ്യൂസിക്കുകൾ തന്നെ ഞങ്ങളാണ് ഉണ്ടാക്കുന്നത്. ചെയ്തിരിക്കുന്നത് തന്നെ നമ്മളാണ്. അത് നിങ്ങൾക്ക് അവിടെ ലൈവായിട്ട് കാണാൻ പറ്റും. ആൻഡ് അതല്ലാതെ ഓരോ കഥാപാത്രത്തിന് വേണ്ടിയിട്ടും എന്തുമാത്രം നമ്മുടെ തൊണ്ടയെ യൂസ് ചെയ്യാൻ പറ്റും, വോയിസിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ശരിക്കും ഇത് അത്രയൊന്നും നമുക്ക് സിനിമയിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടണം. അപ്പൊ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യും. ഇതിപ്പോ നമുക്ക് വേണ്ടി മാത്രമല്ല, ഫോർ ദ ഹോൾ പ്ലേ ഡിഫറെന്റ് സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. മലയാള സിനിമയിൽ ഈ യങ് ജനറേഷനിൽ ഒരുപാട് പേർക്ക് ഇതുപോലെ ലാസ്റ്റ് പ്ലേ ഇവരുടെ വെരി ഹാപ്പി ഫാമിലിയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. ലൈക്ക് ദർശന ആൻഡ് റോഷൻ, ദേ ഹാഡ് ഡൺ ദാറ്റ്, നോ. അപ്പൊ അതിൽ so many of the young talents, they were Kani was there, I think. So many of them, I think whoever we pick, they have been part of it at one point or the other. So how do you feel now when you are part of it? ഞാൻ ആക്ച്വലി ഇവര് വെരി നോർമൽ ഫാമിലി കഴിഞ്ഞിട്ട് വേറൊരു ഡ്രാമ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അതിൽ ഞാൻ പാർട്ടിസിപ്പന്റ് ആയിരുന്നു. അപ്പം എന്താന്ന് വെച്ചാൽ കോവിഡ് വന്നു, അപ്പൊ അത് നിന്നുപോയി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എല്ലാവരുടെയും ടൈം, എല്ലാവർക്കും തിരക്കായി പോയി, അങ്ങനെ പോയി. എനിക്ക് ആക്ച്വലി വെരി നോർമൽ ഫാമിലി കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് കേട്ട് ഒന്നാമത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളൊക്കെ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്, സഞ്ജയ് ഒക്കെ അതിനകത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ട ആൾക്കാരുടെ അടുത്തൊന്നും, നമ്മുടെ ഒരു സർക്കിൾ തന്നെയാണല്ലോ, എല്ലാം കേട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ അയ്യോ എനിക്ക് മിസ്സായല്ലോ എന്നൊക്കെ വിചാരിച്ചൊരു കാര്യമാണ്. അവരുടെ ഒരു അടുത്ത പ്ലേ വന്നപ്പം അതിൽ പാർട്ടാവാൻ പറ്റുമ്പം അത് ഭയങ്കര എന്താ പറയാ പ്രൗഡ് അല്ലേ, ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. ആൻഡ് ഇപ്രാവശ്യം ദിവ്യപ്രഭയും കനിയൊന്നും ഇല്ല അതിനകത്ത്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര മിസ്സിംഗ് ആ. അവർക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പറ്റാത്തോണ്ടാ. ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മിസ്സിംഗ് ആണ് അപ്പൊ അവർക്ക്. സോ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് എന്നെ സംബന്ധിച്ച്.
മൂവിയിലാണെങ്കിലും യു ഹാവ് വർക്ക് വിത്ത് നല്ല കുറച്ച് ഐ മീൻ ഓഫ് കോഴ്സ് ഒരുപാട് പേര് നല്ല ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ലൈക്ക് ഡോൺ ഡോപ്പ് ആണെങ്കിലും ഇപ്പോൾ യുനോ സജിമോൻ ആൻഡ് ടീം യുനോ ഹു ആർ ലൈക്ക് മഹേഷ് ഡൂയിങ് എ വണ്ടർഫുൾ ഫിലിം നൗ യുനോ. സോ അവരുടെ ഒക്കെ ഇപ്പം ലൈക്ക് സൗദി വെള്ളക്കയിൽ ഉണ്ടായിരുന്നു, യു ആർ ദ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഹീസ് ഓൾസോ കമ്മിങ് വിത്ത് സംതിങ് ന്യൂ. സോ ഇതിന്റെ ഒക്കെ ഒരു ലേണിംഗ് ഉണ്ടല്ലോ. ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ദ ഗ്രാഫ് ഫ്രം RJ, യാ ഓഫ് കോഴ്സ് എവറി ജോബ് ഹാസ് ഹിസ് ഓൺ, പക്ഷെ ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് if you look at the graph, how do you feel now? ഇപ്പൊ എങ്ങനെയാ പറയാ, അതായത് ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പം മുതലുള്ള നമുക്ക് ഇതൊരു ഫ്രം ദ സ്റ്റാർട്ട് അതൊരു ഗ്രാഫാണല്ലോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ കഥാപ്രസംഗവും മോണോ ആക്റ്റും അങ്ങനെയുള്ള പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പേരൻസ് ഒക്കെ അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ എന്ത് പ്രോഗ്രാമിന് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അതിനെ വിട്ടിട്ടേ ഉള്ളൂ, നോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ഒന്ന് രണ്ട് റിയാലിറ്റി ഷോസിൽ പാർട്ടിസിപ്പന്റ് ആയിരുന്നു. കൈരളിയിൽ കഥാപ്രസംഗത്തിന്റെ ആണെങ്കിലും മഴവിൽ മനോരമയിലും മിടുക്കിയുടെ ആണെങ്കിലും അതിനകത്തൊക്കെ ഞാൻ പാർട്ടിസിപ്പന്റും ഒക്കെ ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആർജെയിലേക്ക് വരുന്നത്. ആർജെയിങ് ഓഫ് കോഴ്സ് എനിക്ക് വേറൊരു ഡോർ തന്നെ തുറന്നു തന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി ഇൻഡസ്ട്രി ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാനും അടുത്തോട്ടെത്താനും പിന്നെ ആളുകളായിട്ട് കുറച്ചുകൂടി കണക്ട് ചെയ്യാനും പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സംസാരിക്കാനും അങ്ങനെയല്ല കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റി. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ലൈഫിൽ നമ്മുടെ ഗ്രാഫിൽ വലിയ 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 സ്ഥാനങ്ങളുണ്ട്. ഒന്നും അതാണ് ഏറ്റവും വലുത് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ആൻഡ് സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് കപ്പേളയില്. ഞാൻ ഒന്നും അറിയത്തില്ലാതെ ചെല്ലുന്നത്. മുസ്തഖ് എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കറക്ഷൻ തരികയും കുറെ കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതിന്റെ ഒരു ഇത്ര ദിവസം എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാവുന്നത് തന്നെ. അങ്ങനെയാണ് മനസ്സിലായി തുടങ്ങിയത്. അതുകൊണ്ട് മുസ്തഖ ആണെങ്കിലും അതുപോലെ മുസ്തഖയൊക്കെ സംഘടിപ്പിച്ച ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ ഒരു 1 year ബാക്ക് ഞാൻ പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 1 week. അത് തന്ന എക്സ്പീരിയൻസ്. പിന്നെ ഓരോ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഇപ്പൊ തരുൺ മൂർത്തിയുടെ കൂടെ ആണെങ്കിൽ തരുൺ മൂർത്തി കൂടി എങ്ങനെയാണ് പെർഫോമൻസിലേക്ക് ആളും കൂടെ ഇൻപുട്ട് തരുന്നത്, ഞങ്ങളുടെ ഇൻപുട്ടിനെ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത്. ആൻഡ് സജിമോൻ ചേട്ടൻ, മഹേഷ് നാരായണൻ, നമ്മുടെ മലയൻ കുഞ്ഞ് പെർഫോം ചെയ്ത സമയത്ത് അവരെങ്ങനെയാണ് ആക്ടിങ്ങിനെ ആ ഒരു സ്പേസിലേക്ക് ഓരോ ആൾക്കാരുടെ ക്യാരക്ടറിനും അയാളുടെ പെർഫോമൻസിനെ എങ്ങനെയാണ് അവർ കൊണ്ട് ചെന്നെത്തിക്കുന്നത്, അവരുടെ ഇൻപുട്ടിനെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതെല്ലാം ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ഡ്രാമ എന്നാണ് എനിക്ക് മനസ്സിലായത്. അതാ ഞാൻ പറഞ്ഞേ, സിനിമയിൽ നമുക്ക് അങ്ങനെ മാക്സിമം ഇടാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. ഇവിടെ നമുക്ക് മാക്സിമം ഇട്ട് നോക്കാം, അതും ഇതും അങ്ങനെ എല്ലാം ട്രൈ ചെയ്ത് നോക്കാനാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, സിനിമ ഓഫ് കോഴ്സ് എന്തുമാത്രം കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. ഇത്ര സമയത്തിനുള്ളിൽ ഒരു സീൻ തീർക്കണം. അപ്പം നമുക്ക് എല്ലാവർക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ആക്ടറിന്റെ ഭാഗത്തൊന്നും അതങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ അത്രയും നമുക്ക് പരീക്ഷണങ്ങൾക്കുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ എത്തണം. നാടകത്തിൽ പക്ഷെ അങ്ങനെയല്ല. ചെറിയ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും മാക്സിമം ട്രൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം എല്ലാം നമുക്ക് അനുഭവങ്ങളാണ്, എല്ലാം നമുക്ക് പുതിയ പുതിയ ലെസൺസ് ആണ്. ഇതിന്റെ എല്ലാം കൂടെ ഒരു ആകത്തുകയായിരിക്കും ഇങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഞാൻ ഇന്നതാണ് പഠിച്ചത്, അങ്ങനെയൊന്നും ഇല്ല. എല്ലാം ഇങ്ങനെ എവിടെയൊക്കെയോ ബിൽഡ് ചെയ്ത് ഇങ്ങനെ ബ്ലോക്സ് ആണ്, അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബ്ലോക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. Between November and now, were you part of any other project? No. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എല്ലാവരും നമ്മുടെ തിയേറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും കംപ്ലീറ്റ്ലി ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. യെസ്, 1-2 പേർക്ക് റിലീസസ് ഉണ്ടായിരുന്നു. ആൻഡ് റോഷൻ ഇപ്പൊ ഇത് കഴിഞ്ഞ പാടെ ഈ 4 സെറ്റ് ഓഫ് ഷോസ് കഴിഞ്ഞ പാടെ ആളടുത്ത സിനിമയിൽ ജോയിൻ ചെയ്യുവാണ്. എനിക്ക് ഇതിനിടയ്ക്ക് ഒരു ഐഡന്റിറ്റി റിലീസ് ആയിട്ടുണ്ടായിരുന്നു, ആൻഡ് വൈശാഖൻ ഓഫീസർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള റിലീസസ് ഒക്കെ സംഭവിച്ചെന്നല്ലാണ്ട് ഇതിൽ നിന്നെല്ലാം ഒരു ടൈം കണ്ടെത്തി നിൽക്കാൻ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു. അല്ലാണ്ട് പറ്റില്ലായിരുന്നു. എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി വന്നത് ഞാൻ അത് നമ്മുടെ ഈ ഒരു പ്ലേ നടക്കാൻ പോകുന്നതിന്റെ ഒരു ആഴ്ച മുന്നേ. അപ്പൊ ഞാൻ അതിന്റെ ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ അതിനകത്ത് നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. കാരണം ഇതിനകത്ത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് 100% കൊടുത്തേ പറ്റത്തുള്ളൂ. എവിടെയാണെങ്കിലും നമ്മൾ അത് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇന്നൊരു ഫിലിം പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ഒരു അറിയാനായിരുന്നു ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തോന്ന് ചോദിച്ചത്. സോ ഹൗ ഡു യു ഇമാജിൻ ദാറ്റ് തിങ്സ് വിൽ ഹാപ്പൻ വെൻ യു എന്തെങ്കിലും ഇപ്പോൾ ലൈനപ്പ് ചെയ്തിട്ടുണ്ടോ ലൈക്ക് ആഫ്റ്റർ ദിസ്? ഇല്ല, ഒന്നും ഇങ്ങനെ ലൈനപ്പ് ചെയ്തിട്ടൊന്നുമില്ല, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 100% ഉറപ്പിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പറയാം. I don't know
if we can reveal anything about the play, but at least from the name Bye Bye Bypass, the parayumbo, we know that it is something to do with bypass or development or something to do with that. So on a high level, is there anything that people can be prepared? അതായത് ഇത് റോഷന്റെ ലൈഫിൽ നിന്നുള്ള ഒരു ചെറിയൊരു സംഭവത്തിനെ അത് ഇൻസ്പിറേഷൻ ആക്കി എടുത്ത് പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. അതായത് റോഷന്റെ ഒരു ഗ്രാൻഡ് പേരൻസ്, ഗ്രാൻഡ് മദർ താമസിച്ചിരുന്ന വീട്, അവരുടെ തറവാട് ഒരു ബൈപ്പാസ് വരുന്നതിന്റെ ഭാഗമായിട്ട് അത് പോകുന്നുണ്ട്. അപ്പൊ ആ ബൈപ്പാസ് വരുന്നതിന്റെ അതിൽ നിന്നാണ് ഇത് ഇൻസ്പയർഡ് ആയിട്ടുള്ളത്. അപ്പം ബൈപ്പാസ് വരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വീട് നഷ്ടപ്പെടുന്ന, ഒരു വീടിന്റെ മരണമാണ് ആക്ച്വലി ഈ ഒരു സ്റ്റോറിയിലൂടെ പോകുന്നത്. അപ്പോ അത് നമുക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല, അതങ്ങനെ തന്നെയാണ്. അത് നമ്മൾ പല ഇന്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ നമ്മൾ അത് റിവീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് 4 കുട്ടികളുടെ കണ്ണിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് 3rd ജനറേഷൻ. ഈ ചെറിയ പിള്ളേരായിട്ടാണ് എല്ലാവരും മുന്നത്തെ 3-4 പേര് പെർഫോം ചെയ്തിരിക്കുന്നത്. ദർശനയും അശ്വതിയും ശ്യാമും ആൻഡ് സഞ്ജയും. അപ്പൊ ഈ 4 കുട്ടികൾ, ഞാനാണ് ഗ്രാൻഡ് മദറിന്റെ ക്യാരക്ടർ ചെയ്യുന്നത്, അമ്മച്ചിയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 പിള്ളേർ ഇതിനെ വിറ്റ്നസ് ചെയ്യുന്നതും ഈ അമ്മച്ചി കടന്നുപോയ വലിയ യാത്രകളും, പിന്നെ ഇതിനകത്ത് മറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ കടന്നു പോകുന്ന കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിയിണക്കിയിട്ടുള്ളതാണ്. അപ്പൊ മെയിൻലി നമുക്കറിയാം പല രീതിയിലും വീട് നഷ്ടപ്പെടുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ റോഡ് വന്നിട്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാവാം. എല്ലാവരുടെയും ലൈഫിൽ അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഓർമ്മയിലുള്ള നൊസ്റ്റാൾജിയിലുള്ള ഒരു വീട് പോയിട്ടുണ്ടാവാം. അപ്പൊ അതിനെ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് അത് കൂടാണ്ട് ഇതൊരു നമ്മുടെ എന്താ പറയാ, ഒരു 90s, 2000s, 2010, അപ്പൊ ഇത് പല കാലഘട്ടമാണ്. ഈ കുട്ടികളുടെ ഓരോ പല സമ്മർ വെക്കേഷൻ ഒക്കെ കൂടെയാണ് കാണിക്കുന്നത്. സമ്മർ വെക്കേഷൻ ഗ്രാൻഡ് മദറിന്റെ അടുത്ത് വരുന്നതാണ് പിള്ളേര്. അപ്പോ അവരുടെ കണ്ണിലൂടെ അത് കാണുമ്പോൾ അതെങ്ങനെയാണ്, ആൻഡ് അവരുടെ ഒരു ശ്രമമുണ്ട് അത് പോവാണ്ടിരിക്കാൻ. സോ അങ്ങനെ കുറച്ച് നല്ല എലമെന്റ്സും, ആൻഡ് ഇത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ഇതൊരു കോമഡി ഡ്രാമയും കൂടിയാണ്. അതുകൊണ്ടാണ് ഇത് പിള്ളേരുടെ ഒരു കണ്ണിലൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവരുടെ കണ്ണിലൂടെ ആകുമ്പോൾ ഇതിനകത്ത് കുറെ ഫൺ മൊമെന്റ്സ് ഉണ്ട്. ഇനി അതല്ലാതെ ആൾക്കാർ ലൈവായിട്ട് കാണുമ്പോൾ അതെങ്ങനെയായിരിക്കും അറിയാനാണ് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. ബിക്കോസ് വി ആർ എൻജോയിങ് ഇറ്റ്. Interesting. Apo grandma parayumbo between these many years of difference, adilum voice in the, like, the character is also growing, right? യാ, എനിക്ക് ശരിക്കും 2 സ്റ്റേജാണ് ഉള്ളത്. ഒന്ന് എൻ്റെ ഒരു യങ് സ്റ്റേജും ഒന്ന് ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ഒരു സ്റ്റേജും ഉള്ളത്. അതിനകത്ത് പിന്നെ ഈ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള അമ്മച്ചിയുടെ സ്റ്റേജിൽ പിന്നെ ഒത്തിരി വ്യത്യാസങ്ങളില്ല. ഇവരൊരു 65 വയസ്സുള്ള ഒരു സ്ത്രീ, അങ്ങനെയാണ്. ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് പറഞ്ഞാൽ പോരെ. Even now, when I listen to this, എൻ്റെ excitement ഒരുപാട് കൂടുന്നുണ്ട്. കാരണം such a young girl, how she will be performing as a 65-year-old എന്നുള്ളത്. So yeah, it will be fun. It will be fun. Yeah. So I'm also looking for that interaction happening, after the play. സംബന്ധിച്ച് ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ഡ്രാമ. അപ്പൊ ഇത് കഴിയുമ്പോൾ എങ്ങനെയാണ് ആ മൊമെന്റ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. ഓഡിയൻസിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്ന മൊമെന്റ് ആൻഡ് ഓഡിയൻസിന്റെ റെസ്പോൺസ് എന്തായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ടോ, കൈയടിക്കില്ല, ഒന്നും അറിയില്ലല്ലോ. സോ എല്ലാത്തിനും വേണ്ടി വെയിറ്റിംഗ് ആണ് 28th. അതെങ്ങനെ ആ മൊമെന്റും എന്നെ സംബന്ധിച്ച് ഭയങ്കര, നമുക്ക് ചില കാര്യങ്ങളേ ഉള്ളല്ലോ നമുക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസസ്, അതെന്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിട്ട് വരാൻ വേണ്ടിട്ട് പോവാണ്. So I'm happy that I booked for 28th, കാരണം the first ever show I'll be able to watch. അതാ 28-നാണല്ലേ? 28th ലൈറ്റ്സ് ചെയ്യുന്നത് ചന്ദ്രകാന്ത് ആണ്, മ്യൂസിക് ചെയ്യുന്നത് വർക്കിയാണ്. വർക്കിയാണെങ്കിലും അതിനകത്ത് അനൂപും ശ്യാമും ഒക്കെ പാർട്ടാണ്. അവർ ആക്ടേഴ്സ് ഇതിനകത്തെ, ഇവരെല്ലാം പാർട്ടാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു ടീം വർക്ക് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് സ്ക്രിപ്റ്റില് ഫ്രാൻസിസും റോഷനും ശ്രുതി രാമചന്ദ്രനും ഇവരെല്ലാം ഈക്വലി പാർട്ടിസിപ്പന്റ് ആണ്. ആൻഡ് അവർ എഴുതി വെച്ചതുപോലെ തന്നെയല്ല നമ്മൾ ഓരോ ദിവസവും ഞങ്ങൾക്ക് സീൻ തന്ന് ഞങ്ങൾ അതിനെ ഇംപ്രൂവ് ചെയ്ത് നമ്മളുടെയും കൂടെ ഒരു ഇൻപുട്ട് ഉണ്ട്. പക്ഷെ ദ ബേസിക് തിങ് അവർ തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് ആണ്. ഇപ്പം ഇന്നലെ ഞങ്ങൾക്ക് കോസ്റ്റ്യൂം ട്രയൽ ആയിരുന്നു. കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസാ, ഒരു എന്താ പറയാ, നല്ല നല്ല എലമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് ഇതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ആൻഡ്
ഞങ്ങളും കഴിഞ്ഞ 3 മാസമായിട്ട് നല്ലോണം ശ്രമിച്ചിട്ടുണ്ട് ഒരു നല്ല കഥ അല്ലെങ്കിൽ എന്താ പറയാ നല്ലൊരു പ്ലേ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. 28ന് ആൾക്കാരുടെ മുന്നിലേക്ക് അത് എത്തുവാണ്. സോ എല്ലാവരും സ്വീകരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു. Definitely. അത് രസമാണല്ലേ, അതായത് റോഷന്റെ ഒരു സ്റ്റോറി ആൻഡ് ശ്രുതി ആൻഡ് ഫ്ലെയർ വർക്കിംഗ് ഓൺ ഇറ്റ് ആൻഡ് evolving into a script and a play, and you are improvising with your way of dialogues, and people are there from south to north. അപ്പോ ലാംഗ്വേജ് ട്രിവാൻഡ്രം മുതൽ, ഞാൻ കണ്ണൂരാണ്, ട്രിവാൻഡ്രത്തുള്ള ആക്ടേഴ്സ് ഉണ്ട്, എല്ലായിടത്തു നിന്നുള്ള ആക്ടേഴ്സ് ഉണ്ട്. but the play is in English, so that way it's like Malayalam. ദ പ്ലേ ഈസ് ഇൻ മലയാളം ഓൺലി. അതാണ് എനിക്ക് ആദ്യം പറയാനാണ്. ഇത് മലയാള നാടകമാണ്, ബൈ ബൈ ബൈപ്പാസ്. Okay. അത് മനസ്സിലാൻ വേണ്ടിട്ട് ഞങ്ങൾ മലയാളത്തിലും കൂടെ ഒരു പോസ്റ്റർ കൂടെ ഇറക്കിയായിരുന്നു, ബൈ ബൈ ബൈപ്പാസ്. അത് അവര് പേരിന്റെ ഇത് കൊണ്ടോ അല്ലെങ്കിൽ സംഭവം ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷെ ഇത് മലയാള നാടകമാണ്. അമ്മച്ചിയും 4 കുട്ടികളും ഒഴിച്ച് ബാക്കി എല്ലാവരും മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നുണ്ട്. ശാന്തി ആണെങ്കിലും വൈശാഖ് ആണെങ്കിലും സൽമാൻ ആണെങ്കിലും എല്ലാവർക്കും ഒന്നിലധികം ക്യാരക്ടേഴ്സ് അവർ ചെയ്യുന്നുണ്ട്. അതും ഇൻട്രസ്റ്റിംഗ് ആണ്. പെട്ടെന്ന് നൊടിയണ കൊണ്ട് ഒരു ചെറിയ മേക്കപ്പ് ചേഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സസറി ചേഞ്ച് ഒക്കെ വരുത്തി അടുത്ത ക്യാരക്ടറായിട്ട് അവരൊക്കെ വന്ന് പെർഫോം ചെയ്യാണ്. സോ അതും നേരത്തെ ചോദിച്ചില്ലേ, സിനിമയിൽ നിന്ന് നാടകത്തിലുണ്ടാവുന്ന, നാടകത്തിൽ നമ്മൾ എല്ലാം നമ്മൾ തന്നെയാണ്. ആൻഡ് നമ്മൾ തന്നെയാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, ട്രാൻസിഷൻസും ആ ഒരു സമയത്തെ കാര്യങ്ങളും എല്ലാം. മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഇതിനകത്തെ എല്ലാ കഥാപാത്രങ്ങളും ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും തന്നെ എല്ലാം തന്നെ ചെയ്തു നോക്കിയിട്ടുണ്ട്. സോ അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. After talking to you, I'm more excited to watch the play. Wish you all the best. താങ്ക് യു സോ മച്ച്. 28ന് നമുക്ക് കാണാം. All the best. താങ്ക് Break. യു.